ജഗ, ഞാൻ ജഗനെ ശല്യപ്പെടുത്താനൊന്നും വന്നതല്ല. മനസ്സസ്വസ്ഥമാകുമ്പോൾ കുറച്ചു നേരം ഒറ്റയ്ക്കിരുന്നാൽ ഒരാശ്വാസം കിട്ടും, അല്ലേ ജഗ? ജഗൻ രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുകയും പലരുടെയും കുടുംബകാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ആളായതുകൊണ്ടും ഈ പ്രശ്നങ്ങളൊന്നും ഒരു സാധാരണക്കാരനെ പോലെ അത്ര പെട്ടെന്ന് ബാധിക്കില്ല. എന്നാലും പലരെയും തളർത്തുന്നത് കുടുംബത്തിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. ജഗൻ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. ഇപ്പൊ ഉണ്ടായിരുന്നൊരു പ്രശ്നത്തില് ജഗൻ ആരുടെ പക്ഷത്ത് നിൽക്കും? ഒരു ഭാഗത്ത് സ്വന്തം ഭാര്യ വന്ദന, മറുഭാഗത്ത് സ്വന്തം അനിയത്തി ഹരിത. ഏത് ത്രാസിൽ വെച്ച് അളന്നു നോക്കിയാലും സ്നേഹത്തിന്റെ കാര്യത്തിൽ രണ്ടു തട്ടും ഒരുപോലെ നിൽക്കും. എന്റെ കൂടെ പറപ്പായതുകൊണ്ട് പറയല്ല, വന്ദന ഹരിതയെ പൊന്നുപോലെയാ നോക്കുന്നത്. അവള് ഹരിതയ്ക്ക് ദോഷം വരുന്ന ഒരു കാര്യവും ചെയ്യില്ല. ഹരിതയും അവളും പാവങ്ങളാ. മനോജിനോട് എന്ത് സ്നേഹമാണെന്നറിയോ അവൾക്ക്? അതേ സ്നേഹമായിരുന്നു ഹരിതയ്ക്കും വന്ദനയോടും. ഇതിനിടയിൽ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. കാലക്കേടെന്നല്ലാതെ എന്താ പറയാ. അച്ഛൻ്റെ അമ്മയുടെ കാര്യമോർക്കുമ്പോഴാണ് കഷ്ടം. പാവങ്ങള് ആഗ്രഹിച്ചൊരു വീട് വയ്ക്കാനിരുന്നപ്പോ പണം കള്ളം കൊണ്ടുപോയി. ആ സങ്കടം തീരും മുമ്പ് മക്കള് കാര്യമില്ലാത്ത കാര്യത്തിലൊരു പിണക്കവും. അമ്മ എന്നോട് പറഞ്ഞത് ജഗനെ കണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ പറയാൻ. ഞാൻ വിചാരിച്ച അതിന് പരിഹാരം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ശ്രമിച്ചു നോക്കാൻ അമ്മയോട് പറഞ്ഞേക്ക്. മതി മതി, അത് മതി. ജഗൻ ശ്രമിച്ചു എന്നൊന്ന് പറഞ്ഞ അത് നടന്നോന്നർത്ഥം. എനിക്കൊരു നിർദ്ദേശമുള്ളത്, ജഗൻ ഹരിതയോടൊന്ന് സംസാരിച്ച് കോംപ്രമൈസ് ചെയ്യിപ്പിക്കണം. ജഗൻ വന്ദനയുടെ ഭർത്താവായതുകൊണ്ട് ഹരിത പെട്ടെന്ന് അതിന് തയ്യാറാവില്ല. അതിനെ ഒരു മാർഗേ ഉള്ളൂ. എന്തു മാർഗം? വന്ദനയ്ക്ക് വേണ്ടി ജഗൻ വാദിക്കാൻ ചെല്ലുമെന്ന് ഹരിത കരുതും. അതിനുള്ള തർക്കുത്തരങ്ങളും അവള് കരുതി വയ്ക്കും. അപ്പോ തികച്ചും അപ്രതീക്ഷിതമായിട്ട് അവള് പറയുന്നത് കേട്ട് അംഗീകരിച്ച് വന്ദനയ്ക്ക് വേണ്ടി ജഗൻ മാപ്പ് പറയണം. അതോടെ പ്രശ്നം പരിഹരിക്കപ്പെടുകയാണെങ്കിൽ പരിഹരിക്കപ്പെടട്ടെ. ഇപ്പോ മുറിയില് ഹരിത ഒറ്റയ്ക്കാണ്. ജഗൻ ചെല്ല്. ഒന്നുമില്ലെങ്കിലും ഈ രാത്രിയിലെങ്കിലും വയസ്സായ അച്ഛനും അമ്മയും സമാധാനമായിട്ട് കിടന്നുറങ്ങട്ടെ. ചെല്ല് ജഗ.